ഹലോ ഫ്രണ്ട്സ്, ജിദ്ദൂസ് ക്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് FC-V3യുടെ ഫ്രണ്ട് വീൽ ബെയറിങ് എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ട് വീൽ ബെയറിങ് പോയിട്ടുണ്ട്, അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതും. FC-V3 നല്ല R15, V3, MT എല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ് വരിക. FC-V2, V1 എല്ലാം സെയിം തന്നെ. അഴിക്കണ സമയത്ത് ഡിസ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വണ്ടികൾക്കും സെയിം തന്നെയാണ്. ആദ്യം ഇതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഫ്രണ്ട് ടയർ പൊക്കി നിർത്തുക, എന്നിട്ട് കറക്കുക. സ്പീഡിൽ കറക്കിയിട്ട് സസ്പെൻഷൻ്റെ പാർട്ടിൽ ഞാൻ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു തരിപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല, ഒരു തരിപ്പ് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ല, അതുപോലത്തെ ഒരു തരിപ്പ് സസ്പെൻഷൻ പാർട്ടിൽ ഫീൽ ചെയ്യും. അതായത് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടീഷനിലുള്ള ഒരു വീൽ ബെയറിങ് കറക്കി നോക്കുക. അത് കഴിഞ്ഞ് നോർമൽ ഒരു വീൽ ബെയറിങ് കറക്കി വെക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഉള്ളൊരു വീൽ ബെയറിങ് കറക്കി വെക്കുക. ഇത് രണ്ടും ചെയ്ത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മനസ്സിലാക്കാം ഡിഫറെൻ്റ് ആയിട്ടെന്ന്. അപ്പോൾ അടുത്തായിട്ടുള്ള പരിപാടികൾ തുടങ്ങാം. റീപ്ലേസ്മെൻറ്റിനായിട്ട് ആദ്യം വീൽ നെട്ട് അഴിച്ചെടുക്കാം, വീല് പുറത്തേക്ക് എടുക്കുക. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അതിനുള്ള പരിപാടികൾ നോക്കാം. വീൽ നെട്ട് അഴിച്ചെടുക്കുക. അഴിച്ചുണ്ട്. നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ആയിട്ട് വേണം തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട്. ചളി പൊടിയൊന്നും ആവാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് വീല് പുറത്തേക്ക് എടുക്കാം. വീല് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു സ്പേസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പർ സൈഡിൽ സ്പേസർ വരുന്നുണ്ട്. ആ രണ്ട് സ്പേസർ വീണ് പോകാൻ നോക്കണം. നമുക്കിതൊന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഫ്രണ്ട് വീൽ അഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഫ്രണ്ടിലേക്ക് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ വെച്ചാൽ മതി, എന്നാൽ വീണ് പോകില്ല. രണ്ട് സൈഡിലും ഒരു ഓയിൽ സീലുണ്ട്. അപ്പോൾ ആദ്യം അത് റിമൂവ് ചെയ്യാണ് വേണ്ടത്. ഓയിൽ സീൽ റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ചെറിയ സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ മതി. ഓയിൽ സീൽ അഴിഞ്ഞു വരും. രണ്ട് സൈഡും ആദ്യം അഴിച്ചു വയ്ക്കുക. അതിന് ശേഷം അടുത്ത പരിപാടി. ശബ്ദം കേൾക്കുന്നില്ലേ? ഈ ശബ്ദം കേൾക്കുന്നത് വീൽ ബെയറിങ് പോയതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷേ ഈ ശബ്ദം കേൾക്കില്ല. വീൽ ബെയറിങ്ങിന് വലിയ ഡാമേജ് ഇല്ല, ഒരു സൈഡാണ് നന്നായിട്ട് പോയിട്ടുള്ളത്. ഇനി ചെയ്യാനായിട്ട് ഇതിനകത്തൊരു സ്പേസർ വരുന്നുണ്ട്. ആ സ്പേസർ ഒരു വശത്തേക്ക് ഇങ്ങനെ തള്ളി നീക്കിയിട്ട് ഈ സ്പേസർ നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ടാക്കിയിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കയറ്റി വെച്ചിട്ട് ഹാമർ കൊണ്ട് തട്ടി കൊടുത്താൽ മതി. ഈ സൈഡിൽ നിന്ന് അപ്പർ സൈഡിലെ വയറിങ്ങും അപ്പർ സൈഡിൽ നിന്ന് ഈ സൈഡിലെ വയറിങ്ങും രണ്ട് വയറിങ്ങും ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ പ്രസ് ആവുന്നത് ബെയറിങ്ങിൽ ഹിറ്റ് ചെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ആ സൈഡ് സ്പേസർ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ബെയറിങ് പോകാനുള്ള കാര്യം സിമ്പിളാണ്. ഇതിൽ തുരുമ്പ് വന്നിട്ടുണ്ട്. ഈ തുരുമ്പ് കാരണമാണ് ബെയറിങ് പോയിട്ടുള്ളത്. ഈ തുരുമ്പ് പതുക്കെ ഇറങ്ങി ബെയറിങ്ങിൻ്റെ ബോളിനകത്തേക്കാവും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ച് കയറ്റാനായിട്ട്. രണ്ട് ബെയറിങ് അഴിച്ചെടുത്തിട്ടുണ്ട്. ബെയറിങ്ങാണ് നല്ല രീതിക്ക് പോയിട്ടുള്ളത്. ഈ ബെയറിങ്ങിന് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാം. കെറോസിനോ പേപ്പറോ എന്നിട്ടിട്ട് ക്ലീൻ ചെയ്യാം. അതുപോലെ ഇതും പേപ്പറും കെറോസിനും ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു കയറ്റാം. ഞാൻ ഫാഗിൻ്റെ വീൽ ബെയറിങ്ങാണ് വാങ്ങിയിട്ടുള്ളത്. 130 രൂപയാണ് വില വരുന്നത്. ഒറിജിനൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യമഹയുടെ പാർട്സിനൊക്കെ നല്ല വില ആയതുകൊണ്ട് ഒറിജിനൽ വാങ്ങാതെ നിർത്തി. ഇതിന് ഉൾഭാഗത്ത് ഒരു സൈഡിൽ ഗ്രീസ് ഉണ്ട്, ഒരു സൈഡിൽ ഗ്രീസ് ഇല്ല. അപ്പോൾ ആ ഗ്രീസ് ഇട്ട് കൊടുക്കാം.
ഈ സ്പേസർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം, ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടുണ്ട്. അല്ല ഗ്രീസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള കരി മൊത്തം ഗ്രീസ് ഇളകി വരുമ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് ബെയറിങ് പെട്ടെന്ന് ഡാമേജ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബെയറിങ് തിരിച്ചടിക്കുന്ന സമയത്ത് ഒരേ ലെവലിൽ അടിക്കാൻ ശ്രദ്ധിക്കാം. ബെയറിങ്ങിൻ്റെ പുള്ളറൊന്നും എൻ്റെ കയ്യിലില്ല, ഞാനുള്ള ടൂൾ വെച്ചിട്ടാണ് അടിച്ച് കയറ്റുന്നത്. ബെയറിങ് അടിക്കുമ്പോൾ എപ്പോഴും ഔട്ടർ ഫേസിൽ മാത്രം അടിക്കണം, ഇന്നർ ഫേസിൽ അടിക്കരുത്. ഇന്നർ ഫേസിൽ അടിച്ചാൽ ബെയറിങ് പോകും. ഔട്ടർ ഫേസിൽ അടിക്കുക. ക്ലിയർ ആയിട്ടൊരു ശബ്ദമാവും കേൾക്കുന്നുണ്ടാവുക, ബെയറിങ്ങിന് അടി കൊള്ളുന്ന പോലെ. ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ ഏകദേശം അളവ് എത്തുന്ന സമയത്ത് അലോയ് വീലിന് അടിക്കുന്ന പോലത്തെ ശബ്ദമാവും. അപ്പോൾ നിർത്തുക. അതാണ് അതിൻ്റെ അളവ്. ഇവിടെ ഒരു അടി കൊടുത്താൽ നേരെ ഓപ്പോസിറ്റ് അടുത്ത അടി കൊടുക്കുക. അപ്പോൾ ശബ്ദം മാറി. അതിനർത്ഥം ബെയറിങ് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഇരുന്നു എന്നുള്ളതാണ്. ഞാൻ അപ്പർ സൈഡ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഉൾഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് പൊതുവെ ഈ ലൈൻ വരുന്ന ഭാഗം അഴിക്കുന്ന സമയത്ത് ഡിസ്കിൻ്റെ സൈഡിലോട്ടാണ് ഉണ്ടാവുക. എന്തിനങ്ങനെ വെച്ചെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഈ ബെയറിങ്ങും ഗ്രീസ് ചെയ്തു. പറയാനൊരു കാര്യം വിട്ടുപോയി, ഈ ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. വൾസിലുള്ള ഭാഗം പുറത്തേക്കും വൾസിലുള്ള ഭാഗം ഇല്ലാത്ത ഭാഗം ഉള്ളിലോട്ടും. വൾസിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. മാലറ്റ് ഉണ്ടെങ്കിൽ മാലറ്റ് യൂസ് ചെയ്യാം. എൻ്റെ മാലറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഹാമർ യൂസ് ചെയ്യുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. ഈ വണ്ടിയിൽ തിരിച്ച് ഫിറ്റ് ചെയ്യാം. സ്പേസർ വെച്ച് കൊടുക്കുക. ഡിസ്കിൻ്റെ ഹോള് കറക്റ്റാക്കിയിട്ട് ടയർ തള്ളി കൊടുക്കുക. അത് ചെയ്യാനുള്ളത്. തിരിച്ച് കയറ്റുമ്പോൾ ഈ ലോക്ക് പുറത്തേക്ക് തന്നെ ആക്കണം. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത്രയാണ് FC V3യുടെ വീൽ ബെയറിങ് മാറാനുള്ള പ്രൊസീജിയർ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.